നിതിൻ സേവ്യരാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ട്രെയിനിൽ നിന്ന് സ്ത്രീയെ തള്ളിയിട്ട് കവർച്ച നടത്തിയ കേസിൽ പ്രതിയെ കോഴിക്കോട് എത്തിച്ചു. യു പി സ്വദേശിയാണ് മഹാരാഷ്ട്രയിൽ പിടിയിലായത്. വെള്ളിയാഴ്ചയാണ് 64-കാരിയെ പ്രതി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബാഗ് കവർന്നത്. ഷബീർ ഒമർ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ഷബീർ, എന്താണ് വിശദാംശം? 2 ദിവസം മുമ്പാണ് സമ്പർക്ക്ക്രാന്തി എക്സ്പ്രസിൽ കോഴിക്കോട് എത്തിയപ്പോൾ ഈ കവർച്ചയുണ്ടായത്, ഈ ആക്രമണവും കവർച്ചയും ഉണ്ടായത്. തൃശൂർ സ്വദേശിയായിട്ടുള്ള 64-കാരി മുംബൈയിൽ പോയി തൃശൂരിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ ട്രെയിൻ കോഴിക്കോട് എത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത ഉടനെ ഒരാൾ പുലർച്ചെ 4:30 ആയിരുന്നു സമയം. ഈ സമയം ഈ 64-കാരി ട്രെയിനിന്റെ ടോയ്ലറ്റ് ഭാഗത്തേക്ക് വന്നതായിരുന്നു. ഈ സമയം ഒരാൾ എത്തി ഇവരുടെ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ചെറുക്കാൻ ശ്രമിച്ചതോടെ ഇവരെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് ബാഗുമായി കടന്നു കളയുകയായിരുന്നു. ഏതാണ്ട് 8,000 രൂപയും മൊബൈൽ ഫോണുമായിരുന്നു ഈ ബാഗിൽ ഉണ്ടായിരുന്നത്. അതാണ് നഷ്ടമായത്. ഈ വീഴ്ചയിൽ ഇവർക്ക് തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയും ചെയ്തു. തുടർന്നാണ് കോഴിക്കോട് റെയിൽവേ പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി മുംബൈയിലേക്ക്, മഹാരാഷ്ട്രയിലേക്ക് കടന്നതായി കണ്ടെത്തി. ഈ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ എത്തിയിരുന്നു, പനവേലിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് UP സ്വദേശിയായിട്ടുള്ള ആൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇയാളുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാരണം തിരിച്ചറിയൽ പരേഡ് അടക്കം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ആക്രമണത്തിനിരയായ സ്ത്രീയും ഒപ്പം തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരൻ മറ്റ് യാത്രക്കാർ ഉള്ളവരുമായി തിരിച്ചറിയൽ പരേഡ് നടത്തും. അതിനുശേഷമായിരിക്കും പേര് വിവരങ്ങൾ പുറത്തുവിടുക. എന്തായാലും UP സ്വദേശിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. അയാൾ അല്പസമയം മുമ്പ് കോഴിക്കോട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലും മറ്റു നടപടിക്രമങ്ങളും ഉടൻ ആരംഭിക്കും. നിഷാദ്.